അങ്ങനെ ഫാൻസി ഡ്രസ്സിന്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ടൊന്ന് പോകാണ്ട് സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് പാർക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു അവരുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് പോയിട്ടോ. സ്കൂളിൽ തന്നെയുള്ള പാർക്കാണേ. ആണെങ്കിൽ ഓരോ സാധനങ്ങളിൽ കയറി ഏഷ്ണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ എനിക്കും കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അമ്പാടിക്കുട്ടൻ കാത്തു നിൽക്കാണ്ടോ. പിന്നെ വേറെ കുറച്ച് പെമ്പിളാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പാടിക്കുട്ടൻ പോരാണ്ട് പാർക്കിൽ കിടക്കുന്ന മെറ്റിലൊക്കെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൂന്നൂസാണെങ്കിൽ കുരങ്ങന്മാർ കയറുന്ന പോലെ ഒന്നിലും ഇതിലും അതിലും ഇതിലെന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തന്നിട്ടില്ല. അതേപോലെ കയറണം എന്ന് പറഞ്ഞിട്ട് ചെറുതും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫാൻസി ഡ്രസ്സിനിട്ട് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സാധാ നോർമൽ ഡ്രസ്സ് ഇട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്പാടെ ഡ്രസ്സ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറ്റുന്നേ ഇല്ല എന്ന് പറയുന്നത്. ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ. എല്ലാവരും കാണട്ടെ അമ്മ ഞാൻ സോൾജിയർ ആണെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മോനൂസ് ആണെങ്കിൽ ഓരോ കമ്പിയുടെ മേലെ വലിഞ്ഞ് കയറി കാട്ടി കൊടുത്തിട്ട് അമ്പാടിക്കുട്ടിനും അതേപോലെ കയറി ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവന് എന്തോ ഇതിന്റെ മേലെ കയറിയിട്ട് അവന് ഇറങ്ങാൻ പറ്റുന്നില്ല. കുറേ എന്നോട് പറഞ്ഞു അമ്മ ഒന്നിറക്കി തായമ്മ എന്ന് പറഞ്ഞ് പ്രതിമയുടെ പോലെ നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇറക്കാൻ പോകുമ്പോഴേക്കും അവൻ സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ വല്ല പ്രകാരം പറഞ്ഞിതാ പാർക്കിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം.